കൊളവയിൽ പ്രവാസി കൂട്ടായ്മയുടെ 2024-25 വർഷത്തെ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടന്നു. കണിവ് കൊളവയിൽ പ്രവാസി കൂട്ടായ്മ 2024-25 വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. കണിവ് കൊളവയിൽ പ്രവാസി കൂട്ടായ്മയുടെ 2024-25 വർഷത്തെ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു. കൊളവയിൽ ദാറുൽ ഉലൂം മദ്രസ ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. അവാർഡ് ദാന ചടങ്ങ് ക്രസന്റ് ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ലിയാഖത്ത് അലി ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു മഹത്തായ സംഗമത്തിന്റെ ഭാഗമാക്കാൻ സാധിച്ചതിൽ പിന്നീട് ഈ ഒരു മഹത്തായ എക്സലൻസ് അവാർഡിലേക്ക് എന്നെ ക്ഷണിച്ച കണിവിന്റെ മുഴുവൻ അംഗങ്ങളോടും ഭാരവാഹികളോടും കൂടി ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു. കാരണം യാദൃശ്ചികമായിട്ടാണ് ഒരാഴ്ച മുമ്പ് ഇതിന്റെ ഭാരവാഹികളും ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ളത് തന്നെ കാണാൻ വേണ്ടി വരുന്നത്. ഞാൻ ആദ്യമായിട്ട് കൂട്ടായ്മയെ പറ്റി അറിയുന്നത് ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം ഇന്നലെ പ്രിയപ്പെട്ട മൊയ്തു സാഹിബും അബ്ദുറഹ്മാൻ സാഹിബ് ചെയർമാനൊക്കെ കൂടി ഔദ്യോഗികമായി തന്നെ ക്ഷണിക്കാൻ വേണ്ടിയാണ്. എന്നാണ് ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി ഒരു കാര്യം അറിയുമ്പോൾ അതിനൊക്കെ കൂടുതൽ പഠിക്കുക എന്നുള്ളതിൻ്റെ ഒരു പ്രോഗ്രാമിൽ പോകുക അല്ലെങ്കിൽ ഒരു ക്ഷണം ലഭിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു സംഘടനയോ അല്ലെങ്കിൽ പ്രസ്ഥാനത്തെ പറ്റി കൂടുതൽ ഒരു ഹോംവർക്ക് ചെയ്യുക എന്നുള്ളത് എൻ്റെ വലിയൊരു കാര്യമാണ് ജീവിതത്തിൽ. അപ്പോഴാണ് ഒരു സാഹിബിനോട് ഞാൻ ഈ കാര്യങ്ങൾ ചോദിച്ചത്, എന്താണ് കൂട്ടായ്മ, എന്താണ് കൂട്ടായ്മയുടെ ലക്ഷ്യം. ഒരുപാട് കൂട്ടായ്മകളുടെ പ്രസ്ഥാനങ്ങളൊക്കെ യുവജന സംഘടനകളൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. പക്ഷെ അതിനൊക്കെ വിഭിന്നമായിക്കൊണ്ട് ഒരു നാടിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് നാടിന്റെ എല്ലാ കാര്യങ്ങളും സാമൂഹിക, സാംസ്കാരിക, ആരോഗ്യ, വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ എന്താ പറയുക മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിച്ചു പോകുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സംഘടന. ഒരുപാട് കാലം ഈ ഒരു സംഘടന നിലനിൽക്കട്ടെ. അവാർഡ് ദാന കമ്മിറ്റി ചെയർമാൻ ഷബീർ കൊളവയിൽ അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ ഹനീഫ KP സ്വാഗതം പറഞ്ഞു. നിസ്വ വുമൻസ് കോളേജ് പ്രിൻസിപ്പൽ ആയിഷ ഫർസാന മോട്ടിവേഷൻ ക്ലാസ് നടത്തി. കനിവ് കൊളവയിൽ പ്രസിഡന്റ് പാലക്കി അബ്ദുൾ റഹ്മാൻ, ചെയർമാൻ സുറൂർ മൊയ്തു, ട്രഷറർ ഉസ്മാൻ ഗലീജ്, കൊളവയിൽ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് സി സുലൈമാൻ എന്നിവർ സംസാരിച്ചു. കൺവീനർ മുസ്തഫ കൊളവയിൽ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.